ഒരു 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതി രാത്രിക്ക് 2 മണിക്കങ്ങാറ്റം ഏതോ കാമുകൻ്റെ കൂടിയങ്ങാറ്റം സിനിമക്ക് പോയിട്ട് എവിടെയോ പോയിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മഴയായതുകൊണ്ട് ഏതോ ഒരു ആളില്ലാത്തൊരു കെട്ടിടത്തിൽ കയറി നിന്നോന്നോ അതിൻ്റെ 9ാം നിലയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന് ഇവരെ ആക്രമിച്ച് അതിനെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിൽ കേട്ടാ, വേറിയടിയല്ലായിരുന്നു, വിദേശത്തൊന്നും അല്ലാട്ടാ. ഇത് നമ്മുടെ കൊച്ചിയിൽ സംഭവിച്ചതെന്ന്. അതായത് കാമുകനും രാത്രി സിനിമക്ക് പോന്ന് 2 മണിയാകുമ്പോൾ അവർ രണ്ടുപേരും വരുമ്പോൾ മഴ ചാർന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ 9ാം നിലയിലേക്ക് എങ്ങനെയാണ് ബെൽജ് കയറിയെന്നറിയില്ല. അവിടെ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധനം എടുത്തിട്ട് ഇങ്ങനെ കിറങ്ങിയിരിക്കുക. കൊച്ചിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ അവസ്ഥയാണ്. അതായത് കൊച്ചിയിൽ ഏത് മുക്കിലും മൂലക്കം പോയി കഴിഞ്ഞാൽ കഞ്ചാവടി, വെള്ളമടി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തൊഴിലാളികൾ മറ്റേത്, പിന്നെ ആണുവേഷം കെട്ടിയിട്ട് കുറയണം, പെണ്ണുവേഷം കെട്ടിയിട്ട് കുറയണം, എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചി എന്ന് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു സിറ്റി അല്ലെങ്കിൽ പേടി സ്വപ്നം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് ഒരു യുവതി ഇതുപോലെ ജോലിയും കഴിഞ്ഞ് വരുന്നതെന്നാണ് പറയുന്നത്. പുലർച്ചെ 4 മണിക്കാന്നേ അവരെയും ഇതുപോലെ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കി, അടി കൊടുത്തു. അങ്ങനെ അവരെങ്ങനെയല്ലോ രക്ഷപ്പെട്ടു. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആരോ ഇവരോട് ചോദിച്ചു പോലും 4 മണിക്ക് എന്തിനാ മോളെ പുറത്ത് ഇറങ്ങിയെന്ന്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്തിനാ ഈ തോക്കൊക്കെ കൊടുത്തിരിക്കുന്നതെന്നാണ്. അതായത് ഇങ്ങനെയുള്ള അറവാന്മാരെയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തള്ളിക്കൂടെ. ഇതാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ വെച്ചിരിക്കുന്നത്? അതായത് പൊതുജനം ഈറ്റങ്ങൾ ജയിലിലിട്ടാലും പൊതുജനങ്ങൾ തന്നെ തീറ്റി പോറ്റണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഇനി രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങളുടെ ആരെങ്കിലും കൊച്ചിയിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 9 മണിക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങരുത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താണ് അതിനുവേണ്ടി മാത്രമേ പുറത്തിറങ്ങാതോ. അല്ലാതെ നിങ്ങൾ 4 മണിക്ക് കുറേ ആൾക്കാരോടെ ചായ കുടിക്കാനോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 4 മണിക്കാണ് നിങ്ങളുടെ ജോലി തീരുന്നതെങ്കിൽ കമ്പനിക്കാരോട് പറയണം എന്നെ വീട്ടിൽ കൊണ്ടുവരണമെന്ന്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത്. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് വന്നാൽ നീ എന്നാ ചെയ്യുക? ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് വെല്ലുവിളിയും കാര്യങ്ങളെല്ലാം ആകാം. ബോധമുള്ള ആൾക്കാരെടുക്കുക മാത്രം. ഇതെന്ന് പറഞ്ഞാൽ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് പഠിച്ച് മറ്റേ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്ന ടീമുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് പോയി കഴിഞ്ഞാൽ അച്ഛനോ അമ്മക്കോ മാത്രമാണ് പോവുക. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം കിടക്കേണ്ടി വരും. ആ കിടക്കുമ്പോഴുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ വീട് വെച്ചും വിൽക്കേണ്ടി വരുമായിരുന്നു. വില മിംസിലെങ്ങാറ്റാണെങ്കിൽ പിന്നെ പറയാനില്ലായിരുന്നു, എപ്പം വിറ്റുമെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്. ആൾക്കാർ ഇരുന്ന് പലതും പറയും, രാത്രി നടന്ന എന്താക്കുക, രാത്രി നമ്മൾ നടക്കോ, അതാരാ ചോദ്യം ചെയ്യുക, സദാചാര പോലീസ്, ഇതൊക്കെ ഉണ്ടാവും മക്കളെ. പക്ഷേങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഇതുപോലെ വന്ന് നോക്കാനും ഇങ്ങനെ വന്ന് നോക്കാനൊക്കെ ഒരുപാട് കതർധാരികളും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും ഉണ്ടാവും. അതായത് കോൺഗ്രസും മാർക്സിസ്റ്റും BJP എല്ലാം ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനും ഉണ്ടാകും, എന്തിനാ 4 മണിക്ക് പോകുമ്പോഴിങ്ങനെ ഇതാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് പോവുക. അതുകൊണ്ട് ഒരു കാമുകന്മാരെയും നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, ഒരുത്തനെ വിശ്വസിച്ചിട്ടും നിങ്ങൾ പൊളിച്ച് ഇറങ്ങണ്ട. എന്തിനധികം പറയുന്നു, ഞാൻ തന്നെ ഇപ്പം കൊച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ ബസ് സ്റ്റാൻഡിലിരിക്കും നേരം വെളുക്കുന്നവരെ. എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുവേഷം കെട്ടി വരുന്ന കുറേ എണ്ണം ഐറ്റങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഏത് വഴിയാണ് വരുന്നത് അറിയാൻ പറ്റൂല. കാരണം നമുക്കാവൂല. അവിടെ അത്രത്തോളം വൃത്തികെട്ട പരിപാടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ വേണമെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മനുഷ്യനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പുല്ലുമില്ല. അതായത് പിടിച്ചു ഇല്ല. ഇന്നലെ കണ്ടിട്ടില്ലേ നിങ്ങൾ കൊല്ലത്തുനിന്ന് ഒരാളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും പറയാം അയാൾ സീരിയൽ കില്ലറാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് 3-4 മാസം മുമ്പ് വരെ അയാൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അന്നൊന്നും ആളെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊക്കെ ആണായാലും പെണ്ണായാലും, ആ പെണ്ണിനെ മാത്രം ഞാൻ പറയുന്നില്ല, ആണായാലും ഒരു 10 മണിക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങരുത്. 9 മണി പെണ്ണുങ്ങൾക്കും ഒരു 10-11 മണി ആണുങ്ങൾക്കുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മുടെ ജീവൻ പോകാം. നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കുറച്ച് പ്രശ്നവും കാര്യങ്ങളും ഒരു ചർച്ചയും പിന്നെ 2 റീത്തും 3 മന്ത്രിമാരും എല്ലാവരും വരുവാണ് ശവസംസ്കാരത്തിന്. അതിൽ കൂടുതൽ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതിൽ കൂടുതൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പോയി എന്നല്ലാതെ ഒരു മണ്ണാങ്കട്ടിയും കിട്ടൂല. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുപ്രായം കഴിഞ്ഞതോ അല്ലെങ്കിൽ വേറൊരു കെട്ടുപ്രായം കഴിഞ്ഞ ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ ഒരു ജോലി ചിലപ്പോഴും കിട്ടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം ഇവിടെ ഫെമിനിസ്റ്റുകളും മറ്റേവരും എല്ലാവരും വന്ന് പറയും 8 മണിക്ക് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചർച്ചയിലാവെന്ന് പറയുന്നത്. എന്നിട്ട് ഈ രാത്രി അവിടെ ഇവിടെയും പോയിട്ടുള്ള ചർച്ചയും കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ മറ്റേ വീട്ടിൽ നിന്ന് വിളിക്കാം, ഹലോ
കാർ അയച്ചിട്ടില്ലേ, ഞാനിങ്ങനെയാണ് നടന്നു വരുവാ. ഇവിടെ മൊത്തത്തിൽ പ്രശ്നമല്ലേ. അതായത് പിന്നെ ഈ ഞങ്ങൾക്ക് 2 മണിക്കും 3 മണിക്കും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ഈ ഘോരം പ്രസംഗിച്ച സ്ത്രീയാണ് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ ഇതും കാത്തേക്ക് വീട്ടുകാരെയും കാത്തേക്കുന്നത് അവർക്ക് ഭയന്നിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഈ പ്രഹസനങ്ങളിലൊന്നും നിങ്ങൾ വീഴണ്ട. ഞാനുള്ള കാര്യം പറയാം. വീണ്ടും കൊച്ചിയിൽ പിന്നെ കുട്ടികളുടെ മാതാപിതാക്കളോടാണ് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്ത് വിടരുത്. അതായത് വിട്ട് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും എന്തോ സംഭവിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കുള്ള ഇതാണ് എന്താണെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ 2 മണിയാകുമ്പോൾ ഒരു ചായ കൂടി, വേറെ ഒന്നുമല്ല 3-4 ആൾക്കാരായിരിക്കും ഒരു ബൈക്കിലുണ്ടാവുക, ചിലപ്പോൾ 5 ആളും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് പോകുന്നത്, ഏത് വഴിയാണ് പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റൂല. ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, നിരവധി ആൾക്കാർ എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോളേജിൻ്റെ ആ ഒരു ഇതിലാണ് നടന്നത്. അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കൂടുമ്പോൾ ഉള്ള ഒരു തെമ്മളപ്പ് ഉണ്ടാവില്ലേ, ആ തെമ്മളപ്പിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ തൂണിനിടിച്ചു, എല്ലാം 2 മണി 3 മണിക്കാണ് നടക്കുന്ന അപകടമാണ്. അതായത് മെട്രോ തൂണിടിച്ചു മരിക്കുന്നത്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ മരിക്കുന്നത്. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആണും പെണ്ണും ആയിരിക്കും. ഈ പെണ്ണ് ബേക്കിലിരിക്കുമ്പോൾ മുന്നിലില്ലോന്ന് എന്ത് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് കൺട്രോൾ കിട്ടൂല. അതായത് നല്ല തണുപ്പത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടൂല. ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ല. എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞമ്മുടെ ടീമാണ്, അങ്ങനത്തെ ടീമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചിയിൽ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അവിടെയുള്ള കാമുകന്മാരെ സൂക്ഷിക്കുക, അവിടെയുള്ള ആൺസുഹൃത്തുക്കളായാലും ഏതായാലും സൂക്ഷിക്കുക. കാരണം പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റൂല കേട്ടാ, പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റൂല. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുണ്ട് ഈ റാക്കറ്റിൻ്റെ. ആ റാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, കൊച്ചിയിലുള്ള ടീമുകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു 90% ബോധമില്ലാത്ത ആൾക്കാരാണ്. അവിടെ കൊച്ചിയിലുള്ളവരെയല്ല ഞാൻ കുറ്റം പറയുന്നു, പുറത്തുനിന്ന് വന്നെയാണ്. പക്ഷേ കൊച്ചിക്കാർക്ക് അതിലൊരു പങ്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരത്താം, അതെല്ലാം ചെയ്യാടോ, അതെല്ലാം ചെയ്യാന്നേ. അതായത് പിന്നെന്താ, പക്ഷെ അവരാരും ചെയ്യത്തില്ല. കാരണം എന്താ അറിയുക, അവർക്കൊക്കെ വാടക ഇനത്തിലും അതുപോലെ കച്ചവട ഇനത്തിലൊക്കെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ആക്കട്ടെ എന്നുള്ള തരത്തിലാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലല്ലേ, ഒരു 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് അതിലൂടെ നടക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കാറുണ്ട്, ഒരു 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് അതിലൂടെ നടക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അത്രയും വൃത്തികെട്ട ഒരു സംഭവം നടക്കുന്ന ഒരു സ്ഥലത്ത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും അതുപോലെ ഈ പാലത്തിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഭാഗ്യം കൊണ്ട് ഈ 2 പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ആരും ഇതിൽ പോയി ചാടിയേക്കരുത് ഉള്ള കാര്യം പറയാലോ. അതായത് 4 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കോ, എന്നാലും റൂമിലേക്ക് വരാൻ നിൽക്കരുത്. നിങ്ങളുടെ അവസ്ഥ, അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടം വരിക. ലോണ് വരെ അവർ അടക്കേണ്ടി വരുവായിരുന്നു. അല്ലാതെ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അയ്യോ ഞാൻ അടക്കത്തില്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. നന്ദി, നമസ്കാരം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാ, ആയിരിക്കെങ്കിലും ബോധം വരുന്നുണ്ടെങ്കിൽ വരട്ടെയായിരുന്നു. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ.